എൻ്റെ പേര് പ്രതീഷ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഇത് 2ാം തവണയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തവണ സാക്ഷ്യം പറയുന്നത് എൻ്റെ PhD-യുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷ്യമാണ്. ഞാൻ 2019 PhD-ക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. 2023 ഉടമ്പടി എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു 3-3.5 വർഷം ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാതെ കോഴ്സ് വർക്ക് എക്സാമും അതുപോലെ മറ്റ് ചില DC മീറ്റിങ്ങുകളും ഒക്കെ കഴിഞ്ഞു പോയതല്ലാതെ പ്രധാനപ്പെട്ട കടമ്പകളിലേക്കൊന്നും കടക്കാൻ സാധിച്ചിരുന്നില്ല. നിരവധി തടസ്സങ്ങളുണ്ടായിരുന്നു. വൈഫാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം PhD-യിൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടായി. ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും വരും, പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യും. അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെ PhD-ക്ക് ആദ്യം മുതൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മെയിനായിട്ട് പബ്ലിക്കേഷനുകളിലായിരുന്നു ഇത് പെൻഡിങ് ആയി കിടന്നു. കാരണം സ്കോപ്പസ് ഇൻഡെക്സഡ് പോലെയുള്ള ഇൻ്റർനാഷണൽ പബ്ലിക്കേഷനുകളൊക്കെ ചെയ്താൽ മാത്രമേ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത്തരത്തിലുള്ള പബ്ലിക്കേഷനുകളായിരുന്നു അക്സെപ്റ്റ് ചെയ്തിരുന്നത്. മിനിമം 2 പബ്ലിക്കേഷനുകളെങ്കിലും ചെയ്താൽ മാത്രമേ സിനോപ്സിസ് വൈവ അവതരിപ്പിക്കാൻ അനുവദിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പബ്ലിക്കേഷനുകൾ. പക്ഷേ ഇതൊക്കെ ഡീലിസ്റ്റായി പോകും. കാരണം ഈ സ്കോപ്പസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് ഡീലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്ത പബ്ലിക്കേഷൻ ചെയ്ത് 2-3 മാസം കഴിയുമ്പോൾ ഇത് ഡീലിസ്റ്റായി പോകും. അപ്പോൾ വൈവ PhD തീസിസ് വയ്ക്കുന്ന സമയത്ത് ഈ 2 പബ്ലിക്കേഷനുകളും ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈവ അവതരിപ്പിക്കാനുള്ള ഇതും അതുപോലെ PhD നമുക്ക് അനുവദിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നതിന് മുൻപ് ചെയ്തിരുന്ന പബ്ലിക്കേഷനുകളൊക്കെ ഡീലിസ്റ്റായി പോയതുകൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ബ്ലാങ്ക് കണ്ടീഷനിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പം PhD ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത വരെ ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെ അതുവരെ സപ്പോർട്ട് കിട്ടാതിരുന്ന പല ഭാഗത്തുനിന്നും, ഇപ്പോൾ CRD ഡയറക്ടർ ഉൾപ്പെടെ ഗൈഡ്, കോ-ഗൈഡ് എല്ലാവരും നമ്മളോടൊപ്പം വളരെയധികം സഹകരിക്കുകയും ഞാൻ പിന്നീട് ചെയ്ത പബ്ലിക്കേഷനുകളൊക്കെ കറക്റ്റായിട്ട് ലിസ്റ്റഡായി പോവുകയും ഇതിന് മുൻപ് ചെയ്ത ഒരു പബ്ലിക്കേഷൻ്റെ കവറേജ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് സിനോപ്സിസ് വയ്ക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് മാതാവിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ ഈ പബ്ലിക്കേഷനിലുണ്ടായി. അങ്ങനെ 4 പബ്ലിക്കേഷനുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ. അങ്ങനെ പിന്നീട് സിനോപ്സിസ് വൈവ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അന്നും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് വൈവ അവതരിപ്പിച്ചത്. അതിനുശേഷം തീസിസ് വയ്ക്കുന്ന സമയം വന്നു. തീസിസ് വയ്ക്കുന്ന സമയത്ത് ശരിക്കും ഒരു ദിവസം രാത്രിയിൽ ആണ് ഞാൻ ഈ തീസിസ് എൻ്റെ കയ്യിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം എനിക്ക് മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്കിവിടെ വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോഴാണ് ആദ്യമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്ലഡ് കേൾക്കും അച്ഛൻ്റെ. അതാണ് ശരിക്കും എൻ്റെ ഒരു പോസിറ്റീവ് എനർജി. അതാണ് കാരണം ചിലപ്പോഴൊക്കെ രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങാറുണ്ട്. കാരണം ഇതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് രാവിലേക്ക് ഇരുന്നാൽ ചിലപ്പം പിറ്റേ ദിവസം രാവിലെ 5:30 ആകുമ്പം അലാറം വെച്ചിട്ടുണ്ട് ഡെയിലി ബ്ലഡ് കേൾക്കാൻ. അപ്പോൾ അതിനാണ് ചിലപ്പോൾ ഞാൻ എണീക്കുന്നത്. കസേരയിൽ നിന്ന് എണീറ്റ് ഡെയിലി ബ്ലഡ് കേട്ട് ഫ്രഷായിട്ടാണ് പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെയിലി ബ്ലഡ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ജൂലൈ മാസത്തിലാണ്. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എൻ്റെ തീസിസ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്തത്. അന്ന് 2 കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു എക്സ്റ്റേണൽ എക്സാമിനർക്കും, ഒന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ എക്സ്റ്റേണൽ എക്സാമിനർക്കും. അങ്ങനെ അത് 2ഉം സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് അച്ഛനിലൂടെ മാതാവിൻ്റെ ഇടപെടൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത ഒരു 4 കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനൽ സബ്മിഷൻ സമയത്ത് എനിക്കിവിടെ വന്ന് ഞാൻ തീസിസുമായിട്ട് ഇവിടെ വന്ന് മാതാവിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് അൾത്താരയിൽ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കതൊരു വിഷമമുണ്ടായി. അങ്ങനെ ഞാൻ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്ലഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നു, അത് നവംബർ മാസത്തിലാണ് അവസാനം 29-ാം തീയതി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായതുകൊണ്ട് അൾത്താരയിൽ കയറാൻ എല്ലാവർക്കും അനുമതി തരുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞങ്ങളിവിടെ വന്നു. അമ്മയെ കണ്ട് ഈശോയ്ക്കും അമ്മയുടെയും എടുത്ത്
തീസിസ് സമർപ്പിച്ചിട്ടതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ തീസിസിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സമർപ്പിക്കുകയും അപ്രൂവൽ കിട്ടുകയും അങ്ങനെ ജനുവരിയിൽ തന്നെ തീസിസിൻ്റെ അപ്രൂവൽ കിട്ടി, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. അതിനുശേഷം വൈവയുടെ സമയമായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം മതി വൈവ, എനിക്ക് തിരക്കില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുമ്പോഴും ഡെയിലി ബ്ലഡ് സമയത്തും അതുപോലെ ഉടമ്പടി ധ്യാനത്തിലുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതിയാണ് ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഏപ്രിൽ 2-ാം തീയതി പെസഹ വ്യാഴമാണ്. അപ്പം എനിക്കൊരു വിഷമമുണ്ട്, ഇനി ഇതിവിടെ വലിയ തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഇനി എനിക്ക് മാതാവിനെ എൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ, പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയുള്ള ദിവസമാണ്. പക്ഷേ അങ്ങനെ അതും അടുത്ത ദിവസം ഡെയിലി ബ്ലഡ് കേട്ടപ്പോൾ അച്ഛൻ ആ ഒരു കൺഫ്യൂഷനും മാറ്റി. കാരണം ഇവിടെ പ്രാർത്ഥനകളില്ല. പെസഹ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രാർത്ഥനയില്ല. അപ്പം എനിക്ക് അന്നേരം ഒരു കാര്യം ഉറപ്പായി, കാരണം മാതാവിന് എന്നോടൊപ്പം വന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വൈവ അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 2-ാം തീയതി അന്നത്തെ ദിവസം മാതാവിൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അന്നത്തെ കൂട്ട് തന്നെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും അതോടൊപ്പം തന്നെ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ കൊല്ലത്ത് നിന്നുള്ളൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, വൈഫ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഈ ലൂക്കായുടെ സുവിശേഷം 12:12 ഇതാണ് മിക്കവാറും ഈ വൈവ അവതരിപ്പിക്കുന്ന സിനോപ്സിസ് സമയത്തും അതുപോലെ തീസിസിൻ്റെ വൈവ അവതരിപ്പിക്കുന്ന സമയത്തുമൊക്കെ എനിക്ക് സ്വാധീനം ചെലുത്തിയ ഒരു വചനം. നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് ദൈവം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ട് തന്ന് സംസാരിപ്പിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന എന്നുള്ളത്, ഈ വൈവ ഈ സാധാരണഗതിയിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് നമ്മുടെ ഉണ്ടെങ്കിലും പ്രൊജക്ടറിൽ ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് കാണിച്ചിട്ടാണ് നമ്മൾ വൈവ അവതരിപ്പിക്കേണ്ടത്. ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി ഒരുമിച്ചാണ് നടക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ഒരു 10-70 പേരുണ്ടാവും, നേരിട്ട് കാണാൻ വേണ്ടി ഒരു 100-100 പേരിന് മേളിലുണ്ടാവും. അപ്പം ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വരും, അതിനൊക്കെ ഉത്തരം പറയണം. അങ്ങനെ അത്തരത്തിലുള്ള ഒത്തിരി ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെയുള്ള സമയത്ത് മാതാവിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം, ഞാൻ ഈ സ്റ്റാറ്റിറ്റിക്കൽ വാല്യൂസ് ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റാറ്റിറ്റിക്കൽ അനാലിസിസുകളുണ്ട്, ഇതൊക്കെ ഞാൻ നോക്കാതെ തന്നെ കാണാതെ പഠിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കാണാതെയാണ് പറഞ്ഞ് കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് പറയുന്നത് കേട്ടിട്ട് ഈ സ്റ്റാറ്റിറ്റിക്സ് ചോദിക്കാൻ വന്നിരുന്ന എക്സാമിനേഴ്സ് പോലും പലരും എന്നോട് ചോദ്യങ്ങൾ വലുതായിട്ട് ചോദിച്ചില്ല. കാരണം ഇദ്ദേഹത്തിന് ഇത് നമ്മൾ നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട്. എങ്കിലും നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന വളരെ നല്ല ചോദ്യങ്ങളായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് വളരെ നല്ല രീതിയിൽ വൈവ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഡോക്ടറേറ്റ് നേടുവാൻ സാധിച്ചു. ഞാൻ ഇത് സാക്ഷ്യം പറയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് ആരുടെടുത്തും അനൗൺസ് ചെയ്യണ്ട, കാരണം പിന്നെ ദുഃഖവെള്ളിയാണ്, നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമായതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്നാണ് ഞങ്ങളിത് അനൗൺസ് ചെയ്തത് PhD കിട്ടിയെന്നുള്ള കാര്യം. പിന്നീട് ഇതുവരെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഡോക്ടർ എന്നുള്ള രീതിയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നപ്പം സിസ്റ്ററാണ് ഈ ഡോക്ടർ പ്രതീക്ഷ എന്ന് പറഞ്ഞ് എഴുതി ഇങ്ങനെ വെച്ചത്. അപ്പം ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അതെല്ലാം പെൻഡിങ് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു തവണ കൂടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുമതി തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ് പത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഈ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോവുകയും അനാഥാലയങ്ങളിൽ പോവുകയും പിന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെന്ന് മാതാവ് തോന്നിപ്പിക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ വൈഫ് ഇവിടെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എനിക്ക് PhD ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വചനങ്ങൾ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ടെടുക്കുന്ന ഒത്തിരി ടെൻഷനുള്ള സമയത്ത് നെഗറ്റീവ് ഫലമൊക്കെ വരുമ്പോൾ ഭയപ്പെടേണ്ട, അത് ഞാനാണ്, ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞൊരു വചനം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയത്ത് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞ സംശയം വരുന്ന സമയത്ത് മിക്കവാറും ഞാൻ പ്രാർത്ഥിച്ചിട്ടെടുക്കുമ്പം കിട്ടുന്ന വചനം, തോമസ് നിൻ്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക,
അവിശ്വസ്തനാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ എനിക്ക് വളരെ പോസിറ്റീവ് എനർജി. പിന്നെ അച്ഛൻ്റെ ഈ ഡെയിലി ബ്ലഡിലൂടെ അച്ഛൻ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമാണ്. അപ്പം ധ്യാനവും ഡെയിലി ബ്ലഡും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനും മാതാവിൻ്റെയും ഈശോയുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. 119 സങ്കീർത്തനം 105, 106 തിരുവചനങ്ങൾ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ ശപഥപൂർവം നിശ്ചയിച്ചു. ഡോക്ടർ പ്രതീഷിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിച്ചത് സത്യത്തിൽ ഡോക്ടറിൻ്റെ ജീവിത പങ്കാളിയായ സിജിയാണ് ഉടമ്പടിയെടുത്ത് നിരന്തരമായി തൻ്റെ ഹസ്ബൻഡിനെ പ്രാർത്ഥനാപൂർവ്വം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉടമ്പടിയെടുത്തിൽ അവരുടെ ജോയിൻ്റ് ഉടമ്പടിയാണ്, രണ്ടുപേരും കൂടി ചെയ്തിരുന്നു. പക്ഷെ രണ്ടുപേർക്കും വളരെ ആത്മാർത്ഥമായി വളരെ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നെങ്കിലും രണ്ടുപേരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ത്യാഗമനസ്സോടും കൂടിയാണ് അവരുടെ പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ചെയ്തിരുന്നത്. ഇവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ. 7 വർഷമായിട്ട് കണ്ടിന്യൂസായി അദ്ദേഹം PhD ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷേ ഒന്നിനും ഒരു തീരുമാനം വരാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് അവരുടെ ഉടമ്പടി പുതുക്കി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 4 വർഷം വളരെ ലാഗായി കിടന്നിരുന്ന പബ്ലിക്കേഷൻ്റെ ആക്ട് അത് വളരെ പെട്ടെന്ന് ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് 4 പബ്ലിക്കേഷൻ സെല്ലിംഗ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടായെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നിഷ്കളങ്കമായ ഒരു ഏറ്റുപറച്ചിൽ, ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അനുവാദം അച്ഛൻ പലതരത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതും അമ്മ മാതാവ് നൽകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ കൃത്യം പാലിച്ചുകൊണ്ടാണ് ഓരോ ഡെയിലി ബ്രെഡിലും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ നമ്മുടെ ധ്യാനങ്ങളിലുമെല്ലാം പ്രബോധനങ്ങൾ നമുക്ക് നൽകുന്നത്. വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ പറയുന്നു, ഇന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം സബ്മിറ്റ് പ്രാർത്ഥിക്കുക, ഞാൻ ഈശോയുടെ നാമത്തിൽ അവയെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. അത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ഇവിടെ വന്ന് അച്ഛനിൽ നിന്ന് നേരിട്ട് ആശീർവാദം സ്വീകരിക്കാൻ പറ്റാത്തവർക്കുള്ള നമുക്കെല്ലാമുള്ള ഒരു വലിയ സാധ്യതയാണത്. ഈശോയുടെ ആ നാമത്തിലുള്ള അനുഗ്രഹം നമുക്ക് അതിരാവിലെ 5:30 ലഭിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ തീസിസ് സമർപ്പിക്കുവാൻ എനിക്കൊരു ഡേറ്റ് വേണമായിരുന്നു. അങ്ങനെ ആ ഡേറ്റ് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി ഡിസംബർ 7 അദ്ദേഹത്തിന് ആ തീസിസ് ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്ന് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അംഗീകാരം, ഒരു അലോട്ട്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹവിനിമയം വളരെ ആത്മാർത്ഥതയുള്ള വളരെ നിഷ്കളങ്കമാണ്. ഇവിടെ അമ്മയ്ക്ക് തിരക്കില്ലാത്തൊരു ദിവസം എൻ്റെ വൈവയ്ക്ക് വേണ്ടി അമ്മ വരണം, അതൊരു ക്ഷണമാണ്. അങ്ങൻ്റെ കൂടെ വരണം, അങ്ങില്ലെങ്കിൽ എനിക്കൊന്നും സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദിവസം ഏപ്രിൽ 2, അത് പെസഹ വ്യാഴാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവനായ ഈ സഹോദരനെ അതൊരു തിരക്കില്ലാത്ത ദിവസമാണ്. ക്രിസ്ത്യാനികളൊന്നും ഈശോയെയും പരിശുദ്ധ അമ്മയെയും അധികം ശല്യപ്പെടുത്താത്ത ദിവസമായതുകൊണ്ട് എൻ്റെ വൈവയ്ക്ക് അത് സാധ്യമായ ഒരു ദിവസമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അമ്മ മാതാവിനെ കൂട്ടിക്കൊണ്ട് സഞ്ചാരി മാതാവിനെയും വിളിച്ച് അദ്ദേഹം ആ വൈവയ്ക്ക് റെഡിയാവുകയും ചെയ്തു. വൈഫിൻ്റെ ഒരു ഗ്രൂപ്പാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സഞ്ചാരി മാതാവ്. അതിലൂടെയെല്ലാം അവർ സഞ്ചരിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ സഞ്ചരിക്കുവാൻ അവർ അനുവദിക്കുകയാണ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് സന്ദേശങ്ങളും പ്രാർത്ഥനകളും വചനങ്ങളും എല്ലാം അവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ഗ്രൂപ്പിലെല്ലാം അവർ സജീവമാണ്. പ്രതീഷിൻ്റെ വൈവ പ്രസൻറ്റേഷനെ കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ഒട്ടും തന്നെ ഭയപ്പാടില്ലാതെ എല്ലാവരുടെയും മുന്നിൽ വളരെ ധൈര്യത്തോടു കൂടി വൈവ പ്രസൻറ്റ് ചെയ്യാൻ 2 മണിക്കൂർ വരുന്ന ആ ഒരു പ്രസൻറ്റേഷൻ ഒട്ടും തന്നെ ശങ്ക കൂടാതെ ഒട്ടും തന്നെ ആശങ്ക കൂടാതെ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ ഒരു സമീപ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഏതൊരു കാര്യത്തിലും നമുക്ക് ഭയം നമ്മെ ഇല്ലാതാക്കുന്നത് ഈശോ നമ്മോട് കൂടെ നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ്.
നമ്മൾ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഇതൊരു ജീവിത ക്രമമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. 5:30 തുടങ്ങുന്ന ആ പ്രാർത്ഥന, അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രബോധനങ്ങളെല്ലാം എത്ര തന്നെ തിരക്കിലായാലും ഏതെല്ലാം പഠനങ്ങളിലായാലും ജോലിയിലായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന്, ദൈവമാണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ വിഷയമല്ല എൻ്റെ പ്രയോറിറ്റി എന്ന് ഈശോയ്ക്ക് തോന്നാൻ മാത്രം നമ്മുടെ ജീവിത രീതി ക്രമപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആശങ്കകൾ കൂടാതെ നമ്മുടെ ഏതൊരു പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. ഉടമ്പടി ഉടൻ പരിഹാരമാകണമെങ്കിൽ ദൈവത്തിന് തന്നെ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ പറയുന്ന പോലെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ആ സ്നേഹത്തിനുള്ള ഒരു പ്രതിനന്ദിയാണ് ഇപ്പോൾ ഇവരുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉടമ്പടിയെ കുറച്ചുകൂടെ ത്യാഗോജലമാക്കുവാനും സ്നേഹമയമാക്കുവാനും നമ്മുടെ ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടുകൂടി മുന്നേറിക്കൊണ്ട് ജീവിക്കാം. ഡോക്ടർ പ്രതീഷിനും കുടുംബത്തിനും ലഭിച്ച ആദ്യം തന്നെ അദ്ദേഹം ഈശോയോട് പറഞ്ഞു, അങ്ങയോട് പറയാതെ ഞാൻ എൻ്റെ ഡോക്ടർ പദവി ഞാൻ വിളിക്കുകയില്ല, ഞാനത് എൻ്റെ പുസ്തകങ്ങളിലോ എൻ്റെ പബ്ലിക്കേഷനിലോ അല്ല ഒരിടത്തും ഞാനത് അപ്ലൈ ചെയ്യുകയില്ല. ഇപ്പോഴാണ് ഈശോയുടെ ഒരു അംഗീകാരത്തോടു കൂടിയാണ്, പരിശുദ്ധ അമ്മയുടെ ക്ഷണനത്തോടു കൂടിയാണ് അദ്ദേഹം ഡോക്ടർ എന്ന പദവി സ്വീകരിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.